ഇനി ആയിക്കോട്ടെ. ഇക്കുറി മഴ കുറച്ച് പൊടി പൊടിക്കുന്നാ തോന്നണേ. ഏതായാലും ഒരാഴ്ചക്ക് ഇനി കടത്തിറക്കാൻ നോക്കണ്ട. ചെക്ക ഇനി മഴക്കാറിലുണ്ട് പനിയും കൂടി വൈകി വെക്കണ്ട. ഇങ്ങോട്ട് വാ. എടി ലീലേ, ഇവളിത് എവിടെ പോയി കിടക്കുക? ഒരു സാധനം എവിടെങ്കിലും വെച്ചാ അവിടെ കാണിക്കും. നീ എന്റെ തലക്കൂടെ എടുത്താ? ഇല്ല. ഓ ഇങ്ങോട്ട് വാടാ. ഓ നീ ഇത് വെച്ച് സർക്കിട്ട് എടുക്ക. ഞാൻ പാല് കൊണ്ടെടുക്കല് നിന്റെ മാറി കിടയാണ്. നീ വേലായുധൻ എവിടെയാണ് പോയി കിടക്കുന്നത്? ഓ ഇന്നും മഴ തകർക്കുമല്ലോ. ഒറ്റയ്ക്കന്നെ ഞാൻ ഇറങ്ങണ്ട വരുമോ മരം പിടിക്കാൻ? ഓ പോണ പോക്ക് വേണ്ടാത്തോന്ന് ഇങ്ങനെ ഒഴുക്കിലിറങ്ങി മരം പിടിക്കാൻ പോണേന്ന്. നിന്റെ അച്ഛനും കൂടി വരണ്ടേ? വെള്ളടിക്കാനുള്ള വരവ് തന്നെയാ. ഇതേ കഴിച്ചേ. കേളപ്പെട്ട ഒരാട്ടിൻകുട്ടിയാണെന്ന് തോന്നുന്നു. പിടിച്ചു. മേടിക്കടാ വേലായുധ. ഒരു കവളങ്ങനെ കുടിച്ചേ. ഒരു നക്ക് നക്കേ കുത്തുപോട്ടെ. മരം കേളപ്പെട്ട നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള കോളത്തി കഴിഞ്ഞു. നമ്മൾക്കാ ദൈവമേ. എന്താ ഒഴുക്ക്?
അത് വേണ്ട. ഇനി ഇവനെ ഈ മുള്ളം കൊല്ലി കണ്ടുപോരുത്. ഇപ്പൊ പറഞ്ഞു വിട്ടേക്കണം. എടോ നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല. ഏതായാലും നീ വലിയ സാഹസം കാണിക്കല്ലേ. കണ്ടു നിൽക്കുന്നവർക്ക് ഒരു ഹരായിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. അവൻ എന്തായാലും ഇന്ന് വൈകിട്ട് പോവാൻ നിൽക്കുക. നീന്താൻ അറിഞ്ഞൂടാത്തവനാണോ ഹരത്തിന് വെള്ളത്തി ഇറക്കുന്നത്? ആ അതുകൂടി ഇരിക്കട്ടെ ഒരു ഹരത്തിന്. ഇക്കവാ. മിന്നടി മിന്നടി മിന്നാമിനുങ്ങേ മിന്നും നക്ഷത്ര പെണ്ണേ മുങ്ങടി മുങ്ങടി പൊന്നിൽ മുങ്ങടി കൂരിൽ കാട്ടിലെ കണ്ണേ. നിനക്ക് ഈ പാട്ടിൽ ആരോ കൈവശം തന്നിട്ടുണ്ട്. ഇതൊന്ന് കാടുകുലുക്കി നടന്നു വരുന്നു കരിമല പോലുരുവമ്പൻ. മുമ്പേ ചെന്നാൽ ചെമ്പുരിയെയും കൊമ്പിൽ കോർക്കും വമ്പൻ. പാപ്പി അപ്പച്ചാ വീടെത്തി. വീടെത്തിയോ? പിന്നെ ഞാൻ കുടിച്ച വിവരം നാരായണ അറിയില്ല. അവള് ചീത്ത പറഞ്ഞ നിന്റെ കാത് പൊട്ടു. ഇപ്പൊ കേളപ്പേണ്ട കാതുകളോ? എന്റെ കാതിലോട്ട് അത് കേറില്ല. കൊല്ലക്കുടിയിലെ ഒച്ച കൊല്ലന് കേക്കൂല. പുഷ്പേ പ്രകാശ എല്ലാവരുടെ പേര് വിളിച്ച ഞാൻ നിനക്കൊരു വാഴക്കൊല കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഒരു മണം. നീ കുടിച്ചിട്ടുണ്ടാ? നീ തേങ്ങുണ്ടല്ലോ. മീൻകല്ലുണ്ട്. ലീല എവിടെ? ലീലേ എന്തിനാ ഇപ്പൊ കീല? ഇത് അവക്ക് കൊടുക്കാനാ. ഒരു ആട്ടിൻകുട്ടി, കുഞ്ഞു കുട്ടിയാ. ലീലേ ഓ ഇങ്ങോട്ട് തന്നാ മതി, ഞാൻ കൊടുത്തോളാം. പിടിപ്പത് പണിയുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാം. ഇത് ഞാൻ അവളുടെ കൊടുക്കൂ. ശല്യം. എടി ലീലേ, ദേ അവിടെ നിന്നാ മതി, അവളിങ്ങോട്ട് വന്നോളൂ. അല്ല മീൻകറി നല്ല മുളകിട്ട് വെക്കണ നാരനേട്ടത്തി. ഞാനിന്ന് ഉണ്ടിട്ടേ പോവും. നീ ഉണ്ടിട്ട് പോയാ മതി കേട്ടോ. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ആട്ടിൻകുട്ടി, ഇതിന്റെ കഴുത്തിലൊരു മണി കെട്ടണം. ഓടി കളിക്കുമ്പോ നിം 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 ദൂരെ കേക്കണം. കെട്ടിക്കൊടുക്കുവോ? എന്നാ കൊണ്ടുപോയി കൂട്ടിലാക്കിട്ട് വാ. ഞാൻ കൂടെ വരണോ? ഈ കേളപ്പേണ്ടതോടെ തന്നെ ഞാനും അന്വേഷിക്കണേ. മീൻ ഞാൻ മുറിക്കണോ അമ്മേ? വേണ്ട, നീ ആ കൂട്ടാൻ വറവിട്. ഇത് ഞാൻ നോക്കിക്കോളാം. നാരായണേട്ടത്തി ഇന്ന് ചോറിലിട്ടേ പോണുള്ളൂ. ഈ കൂട്ടാൻ ഇത്തിരി വിഷം കലക്കി കൊടുത്താലോ ചേച്ചി? ഒന്ന് പതുക്കെ പറ. സാധനത്തിന് ഭയങ്കര പ്രകാശ എന്നെ വിളിക്കുന്നിട്ട് പോണോ? ഉണ്ടായിരുന്നു പഠിക്കറ. നാരായണ മീൻ ചീത്തായിട്ടില്ല നാരായണേട്ടത്തി. ചൂണ്ടായിടുന്ന ചെറുക്കന്മാരെ മേടിച്ച. അതെ, ഈ ലീലയുടെ കല്യാണക്കാര്യത്തിൽ നിങ്ങൾക്കാർക്കും എന്താ ചൂടില്ലാത്ത? ഞാൻ ആ തെല്ലാള് ഗോവിന്ദനോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. പറ്റിയ വല്ല ബന്ധം ഉണ്ടേ കൊണ്ടുവരാൻ. ഇക്കുറി കർക്കിട ആഴ്ച കലക്കുക. ഇന്ന് അസലൊരു ഈട്ടി തടിയാ വന്ന് ചാടിയത്. ഈ കാശ് എത്ര അതെ
12ാമത്തെ വയസ്സിൽ ഞാൻ പനിച്ച് വിറച്ച് കിടന്നപ്പോ എന്റെ നെറ്റിൽ ഉപ്പ് തുണി നനച്ചിട്ട് രാവോട് രാവ് പുഴ കടന്നു പോയി വൈദ്യനെ കൂട്ടിക്കൊണ്ടുവന്ന ആളാ കേളപ്പേട്ടൻ. ഈ വാതിലടച്ചാലൊന്നും ആ നന്ദി സ്നേഹവും മറന്ന് വേലായുധൻ ഇവിടുന്ന് പോവില്ല. പോയിക്കോണ്ട് അവിടുന്ന് അടുപ്പത്ത് നല്ല തലച്ച വെള്ളം ഇരിക്കണത് എടുത്ത് ഞാൻ മുഖത്തേക്ക് ഒഴിക്കും. ഈ ചീത്തയും ബഹളം ഉണ്ടെന്നേ ഉള്ളൂ, ഉള്ളിൽ എന്നോട് സ്നേഹം എനിക്കറിയാം. അതെ, മീൻ കൂട്ടാൻ വേമയ്ക്ക് തിന്നിട്ട് പോണം. കേളപ്പേട്ടാ, നീ ഉണ്ടിട്ട് പോയാ മതി കേട്ടോ.